മരം കൊത്തി, ഇംഗ്ലീഷിൽ വുഡ് പെക്കർ എന്നും അറബിയിൽ നഖാറുൽ ഖശബ് എന്നും പറയപ്പെടുന്നു. മരം കൊത്തികളെ വെറും പക്ഷികളായി മാത്രം കാണാൻ കഴിയില്ല. പ്രകൃതിയിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ് അവ. മരത്തിൽ താളത്തിൽ കൊത്തുന്ന ശബ്ദം കാടുകൾക്ക് സംഗീതം നൽകുന്നു. ഈ ശബ്ദത്തിനു പിന്നിൽ ഒളിപ്പിച്ചു വച്ച ചില അത്ഭുതങ്ങളെ നമുക്ക് അറിയാം. ഒരു മരം കൊത്തി ഒരു സെക്കൻഡിൽ ഏകദേശം 20 തവണ വരെ മരത്തിൽ കൊത്താറുണ്ട്. ഈ കൊത്തലിൻ്റെ ആഘാതം മനുഷ്യരിൽ ഉണ്ടായാൽ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമോ കുലുക്കമോ ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയാണ് മരം കൊത്തിക്ക് ഇതൊന്നും ഏൽക്കാത്തത്? മരം കൊത്തിയുടെ തലയോട്ടിക്ക് ഒരു പ്രത്യേക ഷോക്ക് അബ്സോർബർ സംവിധാനമുണ്ട്. ഇവയുടെ തലയോട്ടിയിലെ അസ്ഥികളും പേശികളും സ്പോഞ്ച് പോലെ ആഘാതത്തെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ മരം കൊത്തിയുടെ നാവിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ നാവ് തലയോട്ടിക്ക് ചുറ്റും ചുറ്റിപ്പടർന്ന് ഒരു ഹെൽമറ്റ് പോലെ പ്രവർത്തിക്കുന്നു. കൊത്തുമ്പോൾ തലച്ചോറ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നത് ഈ നാവ് നിയന്ത്രിക്കുന്നു. ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു നാവ്. മരം കൊത്തിയുടെ തലച്ചോറ് താരതമ്യേന ചെറുതാണ്. ഇത് ആഘാതം കുറക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. മരം കൊത്തി തുരക്കുന്നത് വെറുതെയല്ല. മരത്തിൻ്റെ തൊലിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പുഴുക്കളെയും പ്രാണികളെയും കണ്ടെത്താനാണ്. ഈ പക്ഷിയുടെ നാവ് വളരെ നീളമുള്ളതും അറ്റം കൂർത്തതുമാണ്. ചില മരം കൊത്തികളുടെ നാവ് അതിൻ്റെ കൊക്കിൻ്റെ നീളത്തേക്കാൾ ഏകദേശം 4 ഇരട്ടി അധികമുണ്ടാകും. ഇവയുടെ നാവിൽ പശ പോലുള്ള ഒരു ദ്രവം ഉണ്ട്. മരം തുരന്ന ശേഷം നാവ് ഉള്ളിലേക്ക് കടത്തി പശയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രാണികളെ വേഗം പുറത്തെടുത്ത് ഭക്ഷിക്കുന്നു. മരം കൊത്തികൾ മരം കൊത്തുന്നത് ഭക്ഷണം തേടാൻ വേണ്ടി മാത്രമല്ല, ഇണയെ ആകർഷിക്കാനും അവരുടെ അതിർത്തികൾ അടയാളപ്പെടുത്താനും വേണ്ടിയാണ്. ഈ ശബ്ദത്തെ ഡ്രമ്മിംഗ് എന്ന് പറയുന്നു.